ഹലോ, എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ. നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളിവിടെ കാണുന്നത് മീൻകറി എന്ന് പറയുമ്പം കണവക്കറി വെക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ശ്രദ്ധ ഒന്നങ്ങോട്ടായി. അതാണ് പോരാത്തിന് മല്ലിമുളകും വറുത്തുകൊണ്ട് നിൽക്കുകയല്ലേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ പറയുന്നത് കേൾക്കാൻ പറ്റില്ല. അപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വെറൈറ്റി എന്നിട്ട് ഞാനും ഇതുവരെ വെച്ചിട്ടില്ല. സമയപരിമിതി കാരണം ഞാനൊന്ന് പരീക്ഷിക്കുന്നതാണ്. ഇത് എത്രത്തോളം കൊള്ളായിരിക്കുന്നെന്ന് എനിക്കറിയത്തില്ല. എത്രത്തോളം കൊള്ളായിരിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനിപ്പം എണ്ണയിൽ മുളകും മല്ലിയും വറുത്തിട്ടുണ്ടല്ലോ. തേങ്ങയും പുളിയും കുരുമുളകും ഉലുവയും നമ്മൾ മീനിന് അരയ്ക്കുമ്പോൾ എല്ലാം കൂടെ അരച്ച് ഒഴിച്ചിട്ടുണ്ട്. കണവക്കറി വെക്കാനാണ്. ഞാൻ ഇതുവരെ വെച്ചിട്ടില്ല. കൊള്ളായിരിക്കും എങ്ങനെയാണെന്നൊക്കെ അറിയില്ല. ഞാൻ എപ്പോഴും കണവക്കറി വെക്കുന്നത് കൊച്ചുള്ളിയൊക്കെ ഇട്ട് തേങ്ങയൊക്കെ വറുത്ത് അങ്ങനെ തീയിൽ വെക്കുമ്പോഴാണ് വെക്കണം. പക്ഷെ ഇന്ന് സമയം ലേറ്റായിപ്പോയി. അതുകൊണ്ട് ഞാനൊരു തട്ടിക്കൂട്ട് കണവക്കറി വെക്കുകയാണ്. കൊള്ളായിരിക്കും അയ്യോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വെച്ചതിന് ശേഷം കൊള്ളാമെങ്കിൽ കൊള്ളാമെന്ന് പറയാം. വെച്ചതിന് ശേഷം കുറച്ച് വെള്ളം കൂടെ ഒഴിക്കണം കേട്ടോ. എൻ്റെ ഫോണിന് തറയിൽ വെച്ചാലേ വെള്ളം ഒഴിക്കാൻ പറ്റുള്ളൂ. തക്കാളിയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം ഇട്ട് കൊടുക്കണം. പക്ഷെ ഞാൻ അരച്ചെടുത്ത് ഒഴിച്ചപ്പോൾ ഒന്ന് വീഡിയോ എടുത്തന്നേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. കൊള്ളായിരിക്കുമോ അയ്യായിരിക്കുമോ. മീനൊന്നുമില്ല കേട്ടോ. മീനൊക്കെ കുറവ് സുഹൃത്തുക്കളെ. മീനൊക്കെ കുറവാണ്. എന്താ മീനെന്ന് ഇപ്പോൾ കണവേനെ വൃത്തിയാക്കണം. ഞാനിതവിടെ കണവ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് അതിൻ്റെ തോലൊക്കെ പൊളിച്ച് കട്ട് ചെയ്തെടുക്കണം. ഞാൻ അതിൻ്റെ കൊണ്ടയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ ആ തോലുണ്ടല്ലോ, ഇതിൻ്റെ പുറത്തെ തോലൊക്കെ എടുത്തിട്ട് അതിൻ്റെ അകത്തിരിക്കുന്ന സംഭവമൊക്കെ എടുത്ത് വൃത്തിയാക്കണം. എന്നിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. 50 രൂപയ്ക്ക് ചാളയും മാംസം ഇട്ടേക്കണം. നമുക്ക് ഇവിടെ വറുത്ത മീൻ വേണം കേട്ടോ. വറുത്ത മീൻ ഇല്ലെങ്കിൽ എല്ലാവർക്കും ഭയങ്കര ഇതാണ്. വറുത്ത മീൻ വേണം. അല്ലെങ്കിൽ അത് ചാളയും കൂടെ കറി വെച്ച് നമുക്ക് ഈ കണവ തോരന് വെച്ചാൽ മതിയായിരുന്നു. എല്ലാവർക്കും വറുത്ത മീനിനോടാണ് താല്പര്യം. അതുകൊണ്ട് അത് പൊരിക്കാം, കണവ കറി വയ്ക്കാം. എങ്ങനെ ഇരിക്കും എന്താവുമെന്ന് എനിക്കറിയത്തില്ല. നോക്കാം നമുക്ക്. എൻ്റെ ഒരു പരീക്ഷണമാണ്. രസം വെച്ചിട്ടുണ്ട്. മീൻ വറുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ വെറൈറ്റി കണവക്കറി ഉണ്ടല്ലോ. കൂട്ടിയിട്ട് പറയാം കേട്ടോ. ഇതിൻ്റെ അഭിപ്രായം ഞാൻ കൂട്ടിയിട്ട് പറയാം. നേരത്തെ പറഞ്ഞല്ലോ, സമയപരിമിതി കാരണം ഞാൻ സ്ഥിരം വെക്കുന്ന രീതിയിലല്ല വെച്ചത്, അല്ലാത്ത രീതിയിലാണ് വെച്ചത്. പിന്നെ ഇവിടെ നമ്മൾ അടുക്കളയിലെ വലിച്ചു വാരി ഇട്ടിട്ടുണ്ട് കേട്ടോ. അടുക്കളയൊക്കെ നമ്മൾ വലിച്ചു വാരി ഇട്ടിട്ടുണ്ട്. പിന്നെ ശമനമോളെ മക്കളെ പാചകം അമ്മ കോപ്പി അടിച്ച് കേട്ടോ. നമ്മുടെ ഇവിടെ പിന്നെ എനിക്ക് അറിയുന്നവരൊക്കെ അങ്ങനെയാണ് കേട്ടോ. നമ്മൾ കപ്പ മരിച്ചിനി വേവിക്കുന്നുണ്ടല്ലോ, നമ്മൾ മഞ്ഞപ്പൊടിയും പിന്നെ ഇതുണ്ടല്ലോ ഉപ്പും കറിവേപ്പിലയൊക്കെ ഇട്ടാണ് ഇളക്കിയെടുക്കുന്നത്. ശമനമോൾ അങ്ങനെയല്ല. തേങ്ങയും വെള്ളുള്ളിയും ജീരകവും പച്ചമുളക് അങ്ങനത്തെ എന്തോ സംഭവമൊക്കെ അരച്ചാണ് ശമനമോൾ മരിച്ചിനി വെക്കുന്നത്. അപ്പം ഞാൻ ഇന്ന് ഇതൊക്കെ കോപ്പി അടിച്ച് കേട്ടോ. ശമനമോളെ അമ്മ അത് കോപ്പി അടിച്ചിട്ടുണ്ട്. ഞാൻ അരപ്പൊക്കെ ഇട്ടൊന്ന് ചൂടാക്കി ഇറക്കി വെച്ചിട്ടുണ്ട്. അതൊന്ന് ഇളക്കിയെടുക്കണം. അമ്മയുടെ കയ്യിൽ ഫോൺ ഇരിക്കുന്നത് കൊണ്ട് നമുക്കത് കറക്റ്റാക്കി എടുക്കാൻ പാടാണ്. നമുക്ക് അത് കറക്റ്റാക്കിയിട്ട് നിങ്ങളെല്ലാവരും കാണിക്കുന്നതായിരിക്കും. അപ്പോൾ കണവക്കറി ഇറക്കാനായിട്ടുണ്ട് കേട്ടോ. കണവക്കറിയുടെ തീ ഓഫ് ചെയ്ത്, രസത്തിൻ്റെത് ഓഫ് ചെയ്തു, മീൻ വറുത്ത് മറിച്ചിട്ടിട്ടുണ്ട്. അതും കൂടെ ആകുമ്പോൾ നമ്മുടെ പരിപാടിയൊക്കെ ഏതാണ്ടായിട്ടുണ്ട്. ടേസ്റ്റ് നോക്കാം കേട്ടോ. ഒന്ന് ടേസ്റ്റ് നോക്കാം. നമ്മുടെ കണവക്കറിയുടെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ വെക്കുന്നത്. സംഭവം കൊള്ളാം കേട്ടോ. ഇച്ചിരി പുളിയൊക്കെ അരച്ചാണ് വെച്ച കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ഉള്ളിയൊക്കെ ഇട്ട് തീയിൽ വെക്കുന്നതിന് പുളി ചേർക്കാറില്ല. ഇതിപ്പോൾ നമ്മുടെ മീൻ കറി വെക്കുന്ന അതേ ഒരു മെത്തേഡ് തന്നെ. മീൻ കറി വെക്കുന്ന അതേ ഒരു തീയാണ്. അപ്പോൾ ഞാനിന്ന് വെറൈറ്റി
ഇന്നത്തെ നമ്മുടെ പാചകം വെറൈറ്റി കടവക്കറിയും വെറൈറ്റി കപ്പയും. അപ്പോൾ അത് രണ്ടും കൂടി ഒന്ന് കഴിച്ച് നോക്കാം. രണ്ടും കൂടി ഒന്ന് കഴിച്ച് നോക്കാം. കഴിക്കുന്നതും കൂടെ നിങ്ങളെ കാണിച്ചു തരാം. രണ്ടും കൂടെ കഴിക്കുമ്പോൾ എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം കേട്ടോ. ചോറും കറികളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നേരത്തെ കാണിച്ചു തന്നെ മീൻ വറുത്തത്, കണവക്കറി, രസം, നമ്മുടെ വെറൈറ്റി വെറൈറ്റി കപ്പ ഉണ്ടോ, തേങ്ങയൊക്കെ ചേർത്തിട്ടുള്ള കപ്പ, ചോറ്. ഇനി ഞാൻ കഴിക്കുമ്പോൾ കാണിക്കാൻ പറ്റണമെങ്കിൽ കാണിക്കാം കേട്ടോ. ഇപ്പം ഞാൻ കഴിക്കാൻ പോകണം കേട്ടോ. വെറൈറ്റി കണവക്കറിയും വെറൈറ്റി മരിച്ചിനിയും ചാള വറുത്തതും കഴിക്കട്ടെ. കാണാൻ പറ്റുമോ എന്തോ. അപ്പം നമ്മുടെ വെറൈറ്റി കപ്പയും വെറൈറ്റി കണവക്കറിയും. ഫോൺ എടുക്കാനോ? ക്യാമറയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി പോകണം. എന്തായാലും സൂപ്പർ പൊളി അടിപൊളി. ഇപ്പം എല്ലാവരും വീഡിയോ കാണണം കേട്ടോ. എല്ലാവരും വീഡിയോ കാണുക. നമ്മൾ ജോലിയും ചെയ്തിട്ട് വന്നുള്ള ഇതൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ വീഡിയോ കാണുക. ടാറ്റ ബൈ ബൈ.